ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബുഗ്വേ ചാനൽ. തലൈവർ തമ്പി തലൈമയിൽ ജീവയുടെ ഒരു പുതിയ തമിഴ് പൊളിറ്റിക്കൽ സട്ടയർ കോമഡി പടമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് നിതീഷ് സഹദേവാണ്. നിങ്ങൾക്കറിയാം, ഫാലിമി ബേസിൽ സന്ദീപൊക്കെ ഉള്ള ഫാലിമി മലയാള പടം ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ്. പുള്ളി അടുത്ത് മമ്മൂക്കയുമായിട്ടൊരു ബിഗ് ബഡ്ജറ്റ് പടം ചെയ്യുന്നുള്ള ഒരു ടോക്ക് ഉണ്ട്. അത് എത്രമാത്രം ഒഫീഷ്യലാണെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ടോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ഒഫീഷ്യലാണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്ക് ഗൈസ്. ആൻഡ് നിതീഷ് സഹദേവാണ് സംവിധാനം. പിന്നെ സഞ്ജു, അവർ ആ ടീം, അതായത് റിട്ടൺ ബൈ എല്ലാം അവർ തന്നെയാണ്. അതായത് ഫാലിമി ടീം തന്നെയാണ്. സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് ബബ്ലു, എഡിറ്റ് ചെയ്തിരിക്കുന്നത് അർജുൻ, എല്ലാ ഫാലിമി ടീമാണ്. ഇതിൽ മൊത്തം ഫാലിമി ടീമാണ്. ആൻഡ് മ്യൂസിക് വിഷ്ണു വിജയിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. ആൻഡ് ജീവ തമ്പിരാമയ്യൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളിൽ വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ പൊങ്കലിന് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിൽ ഹിറ്റാവാൻ പോകുന്ന ചിത്രം തലൈവർ തമ്പി തലൈമേലായിരിക്കും. അതിൽ വേറെ സംശയമൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഇനി വേറെ ചിത്രങ്ങളൊന്നും വരാനില്ല. പരാശക്തി ഡിസാസ്റ്ററായി അങ്ങ് മാറിയിട്ടുണ്ട്. പിന്നെ വാവാദ്യാരെ ഒരു ചെറിയൊരു പടമാണ്. അത് അത്രത്തോളം അവിടെയും വർക്കാവും. അവിടെ പിന്നെ MGRന്റെ ആ പാസമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കുറച്ചൊക്കെ ഓടും. പിന്നെ ഇപ്പോൾ പൊങ്കലിനൊരു ചിരിക്കാനായിട്ട് ഈ പടം ഉള്ളതുകൊണ്ട് മിക്കവാറും ഇത് തന്നെ ആയിരിക്കും കൂടുതൽ തമിഴ്നാട്ടിൽ ഓടാൻ ചാൻസ് കൂടുതൽ. ആൻഡ് ഫൈനലി ജീവ ഈസ് ബാക്ക് ഗൈസ്. സത്യം, ജീവയൊക്കെ SMS സിനിമ അറിയാം, ശിവ മനസ്സുള്ള ശക്തി. അതിൽ യുവൻ ശങ്കർ രാജയുടെ പാട്ടുകൾ, ഒരു കണ്ണാടി, പിന്നെ സന്താനത്തിന്റെ കോമഡി ആൻഡ് സന്താനവും ജീവയും തമ്മിലുള്ള ആ ഒരു കൊളാബറേഷൻ, ഒരു രക്ഷയില്ലാത്ത പടമാണ്. നിങ്ങൾ കണ്ട ഒരു സ്ട്രെസ് ബസ്റ്റർ പടമാണ്. അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നുന്നു. സന്താനം വരെ ഫോണും സന്താനമായിട്ട് ഒരു രീതിക്കും അടുത്തു പോകില്ല. ഫോൺ എങ്ങനെയെങ്കിലും ജീവ പൊട്ടിക്കും. പിന്നെ ജീവയും ആ നായികയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ മൊത്തത്തിലൊരു കിട്ടിലും ഒരു ഫീൽ ഗുഡ് പോലത്തെ ഒരു റൊമാൻറ്റിക് പടമാണ് SMS. അവരുടെ തന്നെ അടുത്തൊരു പടം ഇറങ്ങുന്നുണ്ട്, ജിയോ, അതായത് ജോളിയായിരുന്ന ഒരുത്തന്നെ സെയിം കൊളാബറേഷൻ യുവൻ ശങ്കർ രാജയും ആ സെയിം ഡയറക്ടർ രാജേഷൊക്കെ ആയിട്ട്. അപ്പോൾ അത് നന്നായിട്ട് വരട്ടെ. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പം ഒരു കൊച്ചു സിനിമ, ഒരുപാട് സന്തോഷങ്ങളുള്ള, ഒരുപാട് ഇമോഷൻസ് ഉള്ള, ഒരുപാട് ഹ്യൂമറുള്ള, അതിലും ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു മുഖത്തോട്ട് പറയുന്ന, അതിനെ തന്നെ കോമഡിയാക്കിയും പറയുന്ന ഒരു കൊച്ചു കിട്ടിലം കോമഡി ഒരു സൂപ്പർ പടമാണ് തലൈവർ തമ്പി തലൈമേൽ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സിനിമ. കാരണം ജീവനെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള, ജീവയ്ക്ക് ഒരു പ്രത്യേക ഹ്യൂമർ സെൻസ് ഉണ്ട്. അത് ജീവ എപ്പോഴും ജീവയ്ക്ക് ഒരു പ്രത്യേക ഒരു കോമഡി പറയുമ്പോഴേ ജീവയ്ക്ക് ഒരു പ്രത്യേക ഒരു, അതായത് ജീവയ്ക്ക് ഒരുപാട് കൊച്ചുനാളിലെ ജീവയുടെ കോയിലെ എന്നമ്മോ ഏതോ പാട്ടൊക്കെ ഒരുപാട് പാടി കാണാതെ എഴുതിയൊക്കെ പഠിച്ചിട്ടുള്ള. അപ്പോൾ ജീവയ്ക്ക് ഒരു കംബാക്ക് വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളും വേണം. ഇന്നത് വന്ന് സൂപ്പർ പടം ഗൈസ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയി ഒന്ന് നന്നായിട്ട് ഒന്ന് ടൈം പാസ്സൊക്കെ ചെയ്തത്, കോമഡിയൊക്കെ ഒന്ന് ചിരിച്ചിട്ട് വരാനൊക്കെ ഉള്ള ഒരു നല്ലൊരു പടമാണ് തലൈവർ തമ്പി തലൈമേലും. ഇതിൽ ഒരു കഥാപശ്ചാത്തലമായിട്ട് ഒരു കല്യാണ വീട്ടിലെ തലയിൽ നടക്കുന്ന ഒരു കാര്യങ്ങൾ, പിന്നെ നാട്ടിൽ നടക്കുന്ന അതിർത്തി തർക്കങ്ങൾ, പിന്നെ എന്ത് വന്നാലും ആ ഒരു ഈഗോയിസ്റ്റായ ആൾ ഒന്നിനും താഴ്ന്നു കൊടുക്കില്ല, തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവമുള്ള ആൾക്കാരൊക്കെ നമ്മളെ സൊസൈറ്റിയിലുണ്ടല്ലോ. പിന്നെ മെയിനായിട്ട് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഈ ജീവിക്കുമ്പോൾ നന്നായിട്ട് ജീവിക്കുക, അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഹ്യൂമർ വഴി നല്ല രീതിക്ക് അത് എല്ലാവരിലും കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. മൊത്തത്തിൽ ആ നിതീഷിൻ്റെ ആ ഒരു കഥ എടുത്ത് തന്നെ ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു സ്ഥലങ്ങൾ, ആ ഒരു ആൾക്കാർ എല്ലാം നന്നായിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. നല്ലൊരു കുട്ടി സ്റ്റോറി ആയിട്ട് സൂപ്പറായിട്ട് തന്നെ ആ സിനിമയിൽ വന്നിട്ടുണ്ട്. വിഷ്ണു വിജയൻ്റെ മ്യൂസിക് പറയും. വിഷ്ണു വിജയന് സത്യം പറഞ്ഞാൽ മലയാളത്തിലൊരു വെറൈറ്റി കൊണ്ടുവന്നൊരു മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ പറയുന്നത്. ഒരു മാപ്പിളപ്പാട്ടിലൊരു ഫ്യൂഷൻ ടച്ച് പോലെയൊക്കെ കൊണ്ടുവന്നൊരു, എങ്ങനെ ഒരു പോപ്പുലാരിസം ഉണ്ടാക്കിയ ഒരാളാണ് വിഷ്ണു വിജയ്. അതായത് നിങ്ങൾക്കറിയാം, ഗപ്പി, സുലേഖ മനസ്സിൽ, അമ്പിളി, പിന്നെ വരുന്ന പ്രേമലു, തല്ലുമാലയൊക്കെ പാട്ടൊക്കെ ചാർട്ട് ബസ്റ്ററാണ്. എങ്ങനെ നോക്കിയാലും എങ്ങനെ വേണോ പാടാം. അപ്പോൾ പിന്നെ ആ പടത്തിൽ ആ മ്യൂസിക് കൊണ്ടുവരുന്നത്, അതുപോലെ തന്നെ ഈ സിനിമയിൽ ഈ രാത്രി സംഭവങ്ങൾ അല്ലെങ്കിൽ ഈ ഇമോഷൻസ് ഒക്കെ വരുമ്പോൾ സൂപ്പറായിട്ട് കണക്ട്, ആ പുള്ളിക്കാരൻ ആ ഒരു ആ മെലോഡിയസ് ഫീലിൽ ആ ഒരു മ്യൂസിക്കൊക്കെ എങ്ങനെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സത്യം അത് നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. ഇനിയും ഒരുപാട് സിനിമകൾ വരട്ടെ, ഇനിയും ഒരുപാട് ആൽബംസ് നന്നായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. മൊത്തത്തിൽ ഈ സിനിമ ഒരു അടിപൊളി സിനിമ. അതിൽ അഭിനയിച്ച എല്ലാവരും, അതായത് ചുമ്മാ ഇരിക്കുന്ന ഒരാൾക്ക് വരെ അയാൾക്കൊരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, അയാൾക്കൊരു ഡയലോഗ് ഉണ്ട്. അതായത് വെറുതെ വേസ്റ്റാക്കി ചുമ്മാ അടിച്ചു എല്ലാവരെയും വെച്ചിട്ടില്ല. എല്ലാവർക്കും ഓരോ ഡയലോഗ് ഉണ്ട്, എല്ലാവർക്കും ഓരോ കണക്ഷൻ ഉണ്ട്. അതിൽ ഒരു കല്യാണ വീട്ടിലൊരു
കല്യാണ വീട്ടിലെ നായകനും നായികയും രണ്ടുപേരുണ്ട്. അവർ തമ്മിലുള്ള ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ അവരുടെ ആ ഒരു ഒറിജിനലായിട്ട് അവരുടെ ആ ഒരു നേച്ചർ എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഹ്യൂമൻ ഇമോഷൻസ് എന്താണ്, അല്ല അവർക്ക് മനസ്സിൽ തോന്നുന്നത്. നമ്മൾ എല്ലാ സിനിമയിലും കാണുമ്പോൾ വിചാരിക്കും ഒരു ഇത്തന് പെണ്ണിട്ടാൻ പോണ എങ്ങനെ കുറേ വർഷമായിട്ട് പെണ്ണൊന്നും പ്രേമിച്ചൊന്നും നടന്നില്ല, കിട്ടാതെ വന്നപ്പോൾ ഒരു സുന്ദരിയായ പെണ്ണെ കിട്ടുന്ന അങ്ങനെ ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് ഒരു നോർമലായിട്ട് ഒരു എപ്പോഴും ഉള്ള ഒരു മെച്യൂരിറ്റി ആയിട്ട് ഒരു സമയത്ത് ഒരു കല്യാണം വരുന്നു. അപ്പോൾ അവൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവൻ്റെ ഒറിജിനൽ സ്വഭാവം തന്നെ ചിലതെല്ലാം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഇതങ്ങനെയൊന്നുമില്ല, നമുക്ക് ബോറടിക്കത്തുമില്ല. അത് നമുക്ക് കൂടെ ഇരുന്ന് ഒരുപാട് ചിരിക്കാനും കാണാനും പറ്റുന്ന ഒരു സിനിമയാണ്. ഇതിലെ ജീവയുടെ ക്യാരക്ടർ, ജീവ ഒരു നിങ്ങൾ ട്രെയിലറിലൊക്കെ കണ്ടതുപോലെ തന്നെയാണ്. ജീവ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരാളാണ്, ഇലക്ഷന് വേണ്ടി നിൽക്കാൻ പോകുന്ന ഒരാളാണ്. അപ്പോൾ ജീവ എല്ലായിടത്തും വരും. ജീവ നാട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ പൊളിറ്റിക്കൽ നിൽക്കുന്ന എല്ലാവരും എല്ലായിടത്തും പോയിട്ട് കഴിച്ചാ സുഖം തന്നെ, നിങ്ങളിപ്പോൾ കാണാമല്ലോ, തമ്പി നീ എங்கே പോയ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ, നീ ഇപ്പോൾ വരുന്നില്ലല്ലോ, നീ വോട്ടിന് പോയി. അങ്ങനത്തെ ആ ഒരു എല്ലാ നാട്ടിലും എല്ലാ വീട്ടിലും പോയി ആ ഒരു സുന്ദരനായ ആ ഒരു ചെറുപ്പക്കാരനായ ഒരു ഇലക്ഷൻ വോട്ടെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു അതാണ് വെള്ള ഷർട്ടൊക്കെ ഇട്ട് തലയപ്പുറത്തമ്പി തലമേൽ. അതായത് ജീവയുടെ കാര്യങ്ങളിലായിട്ട്, ജീവയുടെ ഓപ്പോസിഷനിലായിട്ട് നടക്കുന്നത്, അതായത് തലമേൽ എന്ന് പറയുന്നത്. ജീവയാണ് ഹാൻഡിൽ ചെയ്യുന്ന ഇന്നത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ മൊത്തത്തിൽ ഒരു സൂപ്പർ പടം, നിങ്ങൾക്ക് കാണാൻ പറ്റിയ, പൊങ്കലിന് റിലീസ് ചെയ്ത എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ കോമഡി സൂപ്പർ പടം. ജീവ ഈസ് ബാക്ക് ഫൈനലി. ജീവ വെള്ളം മുണ്ടുപിടിച്ച് ഇടയ്ക്കിടെ വാടാ പയ്യൊക്കെ വേറെ പാട്ടൊന്നും നിനക്കൊന്നും ഇല്ലടാ, ചുമ്മാ ഇല്ലടാ. പിന്നെ അവിടുത്തെ കുറേ തമാശകളും ഹ്യൂമൻ ഇമോഷൻസ് ഒക്കെ വെച്ചും പിന്നെ അതൊക്കെ ബ്ലെൻഡ് ചെയ്ത്, പിന്നെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് നാട്ടുകാരെ, അതായത് ഈ നാട്ടുകാർ കാരണമാണ് ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ നാട്ടുകാരുടെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ സംസാരിക്കാറില്ലേ. അതായത് ഈ കാര്യങ്ങൾ നാട്ടുകാരാണ് പറഞ്ഞുണ്ടാക്കുന്നത്, ഈ നാട്ടുകാർക്ക് വേറെ ജോലിയൊന്നുമില്ല എന്നുള്ളൊരു ടിപ്പിക്കൽ സാധനം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഇതിലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതായത് ഒരു നാട്ടിൽ ഒരാൾ പറയും അവൾ അങ്ങനെയാണ്, അല്ലേ ഇവിടെ എങ്ങനെയാണല്ലോ, അങ്ങനെ കുറച്ച് പറയുന്നത് അതെന്താണ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. ഒരു കൊച്ചു ഫാമിലി ആയിട്ട്, ഒരു ഫണ്ണായിട്ട്, ഒരു ഡ്രാമ ആയിട്ട്, ഒരു പൊങ്കലിന് ചിരിക്കാൻ പറ്റിയ, എന്താ പറയുക, ഇപ്പോൾ നമുക്ക് ദീപാവലിക്ക് വെടി ദീപാവലി എന്ന് പറയണ്ടല്ലേ, പൊങ്കൽ ചിരി എന്ന് വേണം പറയാം. പൊങ്കലിന് ചിരിക്കാൻ പറ്റിയ എങ്ങനെ വേണമെങ്കിലും പറയാം, പട്ടാസ് പൊങ്കൽ എന്ന് വേണമെങ്കിലും പറയാം. കൊള്ളാം, നല്ലൊരു പടമാണ്. അപ്പോൾ നിങ്ങൾ തലൈവര തമ്പി തലമേൽ സൂപ്പർ പടം.